നേപ്പാളിലാകെ പ്രശ്നമാണെന്ന് തോന്നുന്നു. ഇവിടെ സോഷ്യൽ മീഡിയ നിരോധിച്ചു, പിന്നെ പിൻവലിച്ചു, എന്നിട്ടും കലാപമൊന്നും മാറുന്നില്ല. ഇന്ന് അവിടെ കർഫ്യൂ ആണെന്ന് പറയുന്നു. സമൂഹ മാധ്യമങ്ങൾ വിലക്കിയത് ഇത്രയും വലിയൊരു പ്രക്ഷോഭമായി വളരുമെന്ന് സർക്കാർ ഒരിക്കലും പ്രതീക്ഷിച്ച് കാണില്ല. അപ്പോൾ 20 പേർ കൊല്ലപ്പെടുകയും ചെയ്തു എന്നുള്ളതാണ് വാർത്ത. അപ്പോൾ VP ജെയിംസ്, നേപ്പാളിലേക്കൊന്ന് കണ്ണോടിച്ചാൽ അവിടെ എന്താണ് ലേറ്റസ്റ്റ് വിവരം? SKN, നേപ്പാള് ഇന്ത്യക്ക് അയൽപ്പക്കത്തുള്ള രാജ്യമാണ്, നിറയെ മലകളുടെ നാട്. ഒരുപക്ഷെ നേപ്പാളിൽ പോയിട്ടുള്ളവർക്കൊക്കെ അറിയാം. ഇപ്പോൾ തന്നെ നേപ്പാളിൽ ഈ എവറസ്റ്റിന് തൊട്ടടുത്തുള്ള 97 കൊടുമുടികൾ കയറാൻ അവർ ടൂറിസം ചെയ്യാൻ വേണ്ടിയിട്ട് ഫ്രീ ആക്കിയിരിക്കുക. ലോക ടൂറിസം എവറസ്റ്റ് കയറുന്നവരുടെ സംഖ്യ വലിയ അതിൽ കൂടിയിരിക്കുകയാണ്. പക്ഷെ അതിനിടയിലാണ് SKN ഇപ്പോൾ എല്ലാവരെയും അമ്പരപ്പിച്ചുകൊണ്ട് ഒരുപക്ഷെ നിർഭയ കേസിൽ ഇന്ത്യയുടെ പാർലമെന്റിലേക്കും രാഷ്ട്രപതി ഭവനിലേക്കും 10,000 മാർച്ച് ചെയ്തതുപോലെ നേപ്പാളിൽ ഒറ്റ ദിവസം കൊണ്ട് ജെൻ സെഡ് എന്ന സംഘടനയുടെ പേരിൽ 10,000 ചെറുപ്പക്കാർ ഇടിച്ചു കയറി പാർലമെന്റിലേക്ക്. സർക്കാർ ഞെട്ടിപ്പോയി. അതിന് കാരണമായിട്ട് പറയുന്നത് അവിടെയുള്ള 26 സാമൂഹ്യ മാധ്യമങ്ങൾ അവിടെ വിലക്കി. ഫേസ്ബുക്ക്, ട്വിറ്റർ, അതുപോലെ തന്നെ യൂട്യൂബ്, വാട്സപ്പ് അടക്കം പ്രധാനപ്പെട്ട സോഷ്യൽ മീഡിയ മുഴുവൻ, എക്സ് അടക്കം, ട്വിറ്ററിൻ്റെ പേര് എക്സ് എന്നാണ്, അടക്കമുള്ള 26 സോഷ്യൽ മീഡിയ. അപ്പോൾ അതുകൊണ്ട് അവർക്ക് എൻ്റർടൈൻമെൻറ്റ് ഇല്ലാതാവുന്നു ചെറുപ്പക്കാർക്ക്. അവിടെ സർക്കാരിനെതിരെ അഴിമതി ആരോപണങ്ങൾ വരികയും സർക്കാർ പ്രതിക്കൂട്ടിലാവുകയും ചെയ്ത സാഹചര്യത്തിലാണ് ഇത് ചെയ്തതെന്നാണ് അവരുടെ ആരോപണം. അതുകൊണ്ട് മുല്ലപ്പൂ വസന്തമുണ്ടായതുപോലെ, ശ്രീലങ്കയിൽ പ്രസിഡൻഷ്യൽ പാലസിലേക്ക് ജനം ഇരച്ചു കയറിയതുപോലെ, ബംഗ്ലാദേശിൽ അതുപോലെ അവിടുത്തെ പ്രധാനമന്ത്രിക്കെതിരെ 10,000 മാർച്ച് ചെയ്തതുപോലെയുള്ളൊരു സംഭവമാണ് നേപ്പാളിൽ നടന്നത്. അവിടെ KP ശർമ്മ ഒലിയുടെ സർക്കാരാണ് അവിടെ ഭരിക്കുന്നത്. അവിടുത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും നേപ്പാളി കോൺഗ്രസും ചേർന്നാണ് ഭരണം. അതിനിടയിലാണ് ഇവർ ഈ മറ്റേ സമൂഹ മാധ്യമങ്ങൾ വിലക്കിയത്. അത് അഭിപ്രായ സ്വാതന്ത്ര്യം തടയാനും ഏകാധിപത്യം കൊണ്ടുവരാനുള്ള നീക്കമാണെന്ന് ആരോപിച്ചുകൊണ്ടാണ് സഡനായിട്ട് സ്കൂൾ യൂണിഫോമിൽ വരെയാണ് കുട്ടികൾ ഇറങ്ങിയത്. അവർ പാർലമെന്റിലേക്ക് മാർച്ച് ചെയ്തു. അവിടെ ലാത്തി ചാർജ് ഉണ്ടായി, റബ്ബർ ബുള്ളറ്റ് പ്രയോഗിച്ചു. അതിനിടയിൽ വെടിവെപ്പുണ്ടായി. 20ഓളം ചെറുപ്പക്കാർ കൊല്ലപ്പെട്ടു. എന്തായാലും SKN, അവിടെ ഒരു കാര്യമുണ്ടായി. അവിടുത്തെ ആഭ്യന്തരമന്ത്രി അതിൻ്റെ ധാർമ്മിക ഉത്തരവാദിത്തം ഏറ്റെടുത്ത് രമേശ് ലേഖക് എന്ന ആഭ്യന്തരമന്ത്രി രാജിവെച്ചു. പക്ഷേ പ്രധാനമന്ത്രി രാജിവെച്ചിട്ടില്ല. പ്രധാനമന്ത്രി കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാരനും ആഭ്യന്തരമന്ത്രി നേപ്പാൾ കോൺഗ്രസ്സുകാരനുമാണ്. കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടികൾ തമ്മിൽ ഇതിൽ അഭിപ്രായ ഭിന്നതയുണ്ടായി എന്നാണ് മനസ്സിലാവുന്നത്. എന്തായാലും ജനകീയ സമരത്തിന് മുമ്പിൽ ജനാധിപത്യത്തിൽ സർക്കാരുകൾക്ക് വഴങ്ങേണ്ടി വരും. വലിയ ഏകാധിപത്യം കാണിച്ച് നടക്കുന്ന ഭരണാധികാരികൾക്ക് ഇതൊരു വലിയ സൂചനയാണ്. VP ജെയിംസ്, ഈ ജെൻസി എന്ന് പറയുന്ന ഒരു ഓർഗനൈസ്ഡ് മൂവ് അല്ല. ഈ 97-നും 2012-നും ഇടയിൽ ജനിച്ച കുട്ടികളുടെ ഒരു സംഭവമാണ്. ഒരു അങ്ങനെ ഒരു ലീഡർഷിപ്പ് എന്നുള്ള ഒരു ഓർഗനൈസേഷൻ ഇല്ല, അങ്ങനെ ഉണ്ടെന്ന് പറഞ്ഞില്ല. ഒരു ജനറേഷൻ സെറ്റ് എന്ന പേരിലാണ് അവർ മുന്നോട്ട് വന്നത്. ഓക്കെ, VP നോക്കിയത് ശരിയാ, നിരീക്ഷണം നോക്കിയിട്ടുണ്ട്. അപ്പൊ പറ്റുമെങ്കിൽ വേണമെങ്കിൽ നേപ്പാൾ സന്ദർശിക്കും VP. അറിയാലോ, ഞാൻ തയ്യാറാണ്. എന്നെ ഇതിൽ കാണുന്നില്ല എന്ന് പറയരുത്. ഓക്കെ, താങ്ക് യു VP ജെയിംസ്. ഇനി നമുക്ക് നാളെ കാണാം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.